ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സ്ട്രാപ്പ് തന്നെയാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്ന് ബ്ലാക്ക് കളറാട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്ലാക്ക് കളർ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 5 ഇഞ്ചുള്ള 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2.25 ഇഞ്ചുള്ള 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2.25 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ഈ 2.25 ഇഞ്ചിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ത്രെഡ്, പിന്നെ വന്നിട്ട് ഈ ഓവൽ ഷേപ്പുള്ള ബീഡും ബ്ലാക്ക് കളർ ഷേപ്പുള്ള ആ ബീഡും, പിന്നെ അതിൻ്റെ സ്ട്രാപ്പിന് ആവശ്യമായിട്ടുള്ള 4 റിങ്, പിന്നെ നമ്മുടെ ഹുക്ക്, അഡ്ജസ്റ്റബിൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രാപ്പിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്ട്രാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഹുക്കിനകത്തിട്ട് ഈ സംഭവം കഴിഞ്ഞ പ്രാവശ്യം ആക്കിയ പോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം കൊണ്ട് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 5 ഇഞ്ചിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ചിൻ്റെ 2 സ്ട്രാപ്പ് എടുത്തില്ലേ, അതിനകത്ത് നമ്മൾ ഹുക്കും പിന്നെ ആ റിങ്ങും ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം. പിന്നെ നമ്മൾ ത്രെഡ് അതിനകത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ബ്ലാക്ക് ബീഡും നമ്മുടെ ഓവൽ ഷേപ്പുള്ള ബീഡും അതൊരു മാലയായിട്ട് കിട്ടി. ഞാനെടുത്ത നൂലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. പിന്നെ വന്നിട്ട് ഞാനൊരു ബ്ലാക്ക് കളറുള്ള മുത്തിട്ടിട്ട് പിന്നെ ഓവൽ കളറുള്ളത് 3 വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി കിട്ടിപ്പോയിന്ന്. കാരണം ഇതിനകത്ത് 2 ത്രെഡും കൂടി കയറുന്നില്ല. ഓരോന്ന് സിംഗിളായിട്ടാണെങ്കിൽ കയറും, പക്ഷേ 2 കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ പ്ലാനൊന്ന് മാറ്റിയിട്ട് വേറൊരു ഡിസൈൻ ആക്കിയാലോ എന്ന് ഓർത്തു. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ഒരു 2 കയറ്റിയായിരുന്നല്ലോ ഇതിനകത്ത്. ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് കരുതി പോയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം കൂടി ഒന്ന് ഇട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് ഇട്ട് ആക്കിയെടുത്തു ഞാൻ. പിന്നെ അന്നാണെങ്കിൽ എൻ്റെ കൈയും ഒന്ന് മുറിഞ്ഞായിരുന്നു. അപ്പം മൊത്തത്തിൽ കഷ്ടപ്പാടായിരുന്നു. എന്നാലും നമ്മൾ ചെയ്തു, അതങ്ങ് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ ഒരെണ്ണം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 എക്സ്ട്രാ ത്രെഡ് നീളം എടുക്കുന്നു എന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ അത്ര എടുക്കണമെന്നൊന്നുമില്ല. കാരണം നമുക്ക് ഇത് ഇങ്ങനത്തെ ത്രെഡ് ആയതുകൊണ്ട് കെട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം കുറച്ച് ലെങ്തിലിരിക്കുമ്പോൾ കെട്ടാൻ ഒരു ഈസി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും നീളത്തിലെടുക്കുന്ന 1.5 ഇഞ്ച് കൂടുതൽ 11ൻ്റെ കൂടെ. അങ്ങനെ ഞാൻ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരെണ്ണം കൂടി മുത്തിട്ട് കൊടുത്ത് അടുത്ത ഓവൽ ഷേപ്പുള്ള ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇട്ടു വേഗം. അങ്ങനെ നമ്മൾ 2 സ്ട്രാപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സിംഗിളായിട്ടുള്ള ഒരു ബ്രാ സ്ട്രാപ്പാണ്. നല്ല രസമാണ്. അങ്ങനെ 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആട്ടോ, അങ്ങനെയൊന്നും പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ സ്ട്രാപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിതാ ഇട്ട് നോക്കിയത് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.